പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികൾക്ക് കൂട്ടപ്പരോൾ അനുവദിച്ചത് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലല്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ 24-ന്. ഹൈക്കോടതി ഉത്തരവിൽ പരോൾ വ്യവസ്ഥയിലെ മാറ്റം മാത്രമാണ് പരാമർശിക്കുന്നത്. 10 പ്രതികൾക്കും ജയിൽ വകുപ്പ് നേരിട്ടാണ് ആ പരോൾ അനുവദിച്ചത്. കോടതി ഉത്തരവ് പ്രകാരമാണ് പരോൾ അനുവദിച്ചതെന്നായിരുന്നു നേരത്തെയുള്ള വിശദീകരണം. ഹൈക്കോടതി ഉത്തരവിന്റെ പകർപ്പ് 24-ന് കിട്ടി. വിവരങ്ങളുമായി പ്രദീപ് നാരായണൻ ചെയ്യുന്നു കാസർഗോഡ്. പ്രദീപ്, LDF സർക്കാർ അധികാരമൊഴിയുന്നതിന് തൊട്ട് മുൻപായിരുന്നു ആ കൂട്ടപ്പരോൾ. അപ്പോൾ ഈ ഉത്തരവിന്റെ മറവിൽ ആരുടെയോ താല്പര്യപ്രകാരം പ്രതികൾക്ക് പരോൾ എന്നല്ലേ മനസ്സിലാവുന്നത് പ്രദീപ്? ഹാഷ്മി, തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ ഈ പരോൾ അനുവദിച്ച ഘട്ടത്തിൽ തന്നെ കുടുംബം ഇത്തരത്തിലുള്ളൊരു ആക്ഷേപവുമായി രംഗത്ത് വന്നിരുന്നു. ഒരു ചട്ടലംഘനം നടന്നു എന്ന സംശയം അവരപ്പോൾ തന്നെ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ മാർച്ച് 13-ന് ഉള്ള കോടതി ഉത്തരവ് എന്ന് പറയുന്നത് പരോൾ വ്യവസ്ഥയിൽ ഒരു ഇളവ്, അതായത് നേരത്തെയൊക്കെ തന്നെയും ക്രിമിനൽ കേസുകളിലെ പ്രതികൾക്ക് പരോൾ ലഭിക്കുമ്പോൾ അവരുടെ സ്റ്റേഷൻ ലിമിറ്റിലോട്ട് കയറാൻ പാടില്ല എന്നൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെയുള്ളൊരു വ്യവസ്ഥയില്ല. അത് പീതാംബരൻ ഉൾപ്പെടെയുള്ള അവരുടെ കുടുംബാംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ച ഘട്ടത്തിലാണ് അത്തരത്തിലൊരു ഉത്തരവ് ലഭിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പരോൾ ലഭിച്ച ഈ പ്രതികളൊക്കെ തന്നെയും അവരുടെ നാട്ടിലേക്ക് എത്തുന്ന സാഹചര്യവും ഉണ്ടായി. സ്വാഭാവികമായും ഒരു ക്രിമിനൽ കേസുകളിലെ പ്രതികൾക്ക് പരോൾ ലഭിക്കുമ്പോൾ അവർ പ്രദേശത്ത് ഉണ്ടാകുന്ന ഒരു ക്രമസമാധാന പ്രശ്നം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് പോലീസ് റിപ്പോർട്ട് ഉൾപ്പെടെ ആവശ്യപ്പെടും. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു പോലീസ് റിപ്പോർട്ട് തേടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ ഒരു പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് വേണം. അങ്ങനെ ഒരു പ്രൊബേഷൻ കാസർഗോഡിന് കണ്ണൂർ ജില്ലയുടെ ചുമതലക്കാരനാണ് കാസർഗോഡ് കൂടി നോക്കുന്നത്. അങ്ങനെ ഒരു റിപ്പോർട്ട് കൂടി ചോദിച്ചിട്ടില്ല എന്ന വിവരം കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ 10 പ്രതികളും ഇപ്പോൾ പരോളിൽ ഇറങ്ങിക്കഴിഞ്ഞു. മനസ്സിലാക്കിയിടത്തോളം സംസ്ഥാനത്തെ വിവിധ കേസുകളിൽ കഴിയുന്ന 96ഓളം പേർക്ക് ഒന്നിച്ച് പരോൾ കൊടുക്കുന്ന കൂട്ടത്തിലാണ് പെരിയ ഇരട്ടക്കൊലയിലെ പ്രതികൾക്ക് കൂടി പരോൾ ലഭിച്ചത്. എന്നാൽ മാർച്ച് 13-ന്റെ ഉത്തരവിന്റെ ബലത്തിൽ ഈ പ്രതികളൊക്കെ തന്നെയും നാട്ടിലേക്ക് എത്തുന്ന സാഹചര്യമായിരുന്നു. എന്തായാലും ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രദേശത്ത് വലിയൊരു പ്രതിഷേധ കൂട്ടായ്മ ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നുണ്ട്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.